ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് റഷീദ് കൂത്തുമാടൻ. സംസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മധുരം കുറച്ചൊരു പൊടിച്ചായ എനിക്ക് പൊടിച്ചായി എനിക്കൊരു പാൽച്ചായി അല്ലേ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ഒരു ചായ പോരും പാലും ഉണ്ടാവും പൊടി ഉണ്ടാവും ഒത്തിട്ടല്ല അല്ല ഗ്യാസിന് വില കൂടിയതുകൊണ്ട് ചായ 10 12 ചായക്ക് അല്ലെങ്കിൽ തന്നെ 12 അല്ലേ എല്ലാരും 10 നിന്നിട്ട് പോകും 2 രൂപ പിന്നെ എടുക്കാന്നറിയാ എടുക്കല് കണക്കനെ നിർണായക ഘടകമാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ചായ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ഞാൻ അവിടെ പോയി വേഗം കൂടി വല്ലാത്തൊരു മരണായി പോയി. ഓനക്കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്രതീക്ഷയോടെ നോക്കിക്കാണും ഏതായാലും ആ കുടുംബം അനാഥായി. ഭരണത്തിന് നേതൃത്വം നൽകുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യമാകുന്നത്. യുവജനങ്ങളും ആദ്യമായി വോട്ട് ചെയ്യുന്നവരും ഇത്തവണ നിർണായക ഘടകമാകുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അതേസമയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ്, കൂട്ടുകക്ഷി ചർച്ചകൾ, പ്രചരണ യോഗങ്ങൾ എന്നിവയ്ക്ക് വേഗം കൂടിയിരിക്കും. ആരാകും അടുത്ത ഭരണത്തിന് നേതൃത്വം നൽകുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യമാണ്. ചായക്ക് 12 തരില്ലല്ലോ. പറത്തന്നെ കിട്ടുന്ന വലിയ ഭാഗ്യാണ് ചായക്ക്. ഞാൻ പാൽച്ചായല്ല പറഞ്ഞ, ഇത് പൊടി നല്ല പൊടി ഉണ്ടല്ലോ. ആടാ അതിന്റെ ചെറിയൊരു അബ്ദം പറ്റി കടിക്കാം. എന്താ പൊടിച്ചായ? അതെ ഓനക്കുള്ള പൊടിച്ചായ എനിക്ക് മാറിയതാണ്. വയസ്സായില്ലേ? നിങ്ങളിവിടെ ഫസ്റ്റാ? ഇവിടെ ചായ എന്ന് പറഞ്ഞാൽ മതി, എല്ലാം ഒന്നെ കയറാം. ഞമ്മക്ക് ഇങ്ങനെയെങ്കിലും കിട്ടി. ഇനി വരുന്നവരെ കാര്യമാണ് കേട്ട പോകാം. എന്താ ചായ ഉണ്ടാക്കി വെച്ചിക്കണോക്കാം. വരുന്നവർക്ക് അതാണ് കിട്ടല്. പൊടിച്ചായാലും വേണ്ടില്ല, പാൽച്ചായാലും വേണ്ടില്ല. അന്റെ ചായ ആളില്ലാതെ പറഞ്ഞിരിക്കുന്നു അവിടെ. അത് ഉണ്ടാക്കിയപ്പോ ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. മരിച്ചോടുന്ന് ഇപ്പൊ ഇനിയും ആൾക്കാർ വരും. ഗ്യാസിനൊക്കെ വില കൂടിയ സമയാണേ. ഒരു ആത്മഹത്യന്റെ കാര്യം പറഞ്ഞല്ല, അതെന്താ സംഭവം? അല്ല, ആരും ആത്മഹത്യ ചെയ്തേ? അതെ, ഇവിടെ ഒരാള് തൂങ്ങി വെച്ചേക്കണ്. എന്താ സംഭവം? ഓനക്ക് കുറച്ച് കായ് ഓന്റെ കൈക്കൽ ഉണ്ടായിരുന്നേ. അതെല്ലാം കൂടി കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കളിച്ചുകാണ്ട് എന്തോ ഒരു ഗുണാന്തര പരിപാടി ഉണ്ട് എപ്പത്തെ ചെക്കന്മാർക്ക്. അതില് കളിച്ചുകാണ്ട് കുറച്ച് കായ് വയ്ക്കണ്. അതിലെ ബേജാറി വെച്ചിട്ട് തൂങ്ങി വെച്ചാണ് ആ ചെക്കൻ. ഇപ്പൊ ഈ ഓൺലൈൻ ട്രേഡിംഗിന്റെ പരിപാടി ഉണ്ട്, അതിൽ പട്ടുപോയക്കാരോ. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും മനസ്സിനൊരു കട്ടില്ല. ഈ ചെറിയ കാര്യത്തിന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഓ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആത്മഹത്യ ചെയ്യാനുമാണ് ഒരു ധൈര്യം. ആത്മഹത്യ ചെയ്യാനല്ല ധൈര്യം വേണ്ടത്, ജീവിക്കാനാണ് ധൈര്യം വേണ്ടത്. ആത്മഹത്യ ചെയ്യലേ ഭീരുക്കളാണ്. അതാണ് ശരി, ജീവിക്കാനാണ് ധൈര്യം വേണ്ടത്.